റിവേഴ്സ് ആയിക്കോട്ടെ, ഒന്നുകൂടെ ക്ലച്ച് ഒന്നുകൂടെ ചവിട്ടിയിട്ട് ഒന്നുകൂടെ കാലെടുത്ത് ഒന്നുകൂടെ ചവിട്ടി കഴിഞ്ഞ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വീഴുന്നുണ്ട്. ഇങ്ങനൊരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വാഹനം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ വീഴുന്നില്ല. അതായത് ഒരു ഫസ്റ്റ് ഗിയറിലോട്ട് നമ്മൾ ഇടാൻ വേണ്ടി നോക്കിയിട്ട് ഫസ്റ്റ് ഗിയർ എൻഗേജ്ഡ് ആകുന്നില്ല. ഇങ്ങനെ ആർക്കെങ്കിലും കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഫസ്റ്റ് ആയിക്കോട്ടെ, റിവേഴ്സ് ആയിക്കോട്ടെ, ഒന്നുകൂടെ ക്ലച്ച് ഒന്നുകൂടെ ചവിട്ടിയിട്ട് ഒന്നുകൂടെ കാലെടുത്ത് ഒന്നുകൂടെ ചവിട്ടി കഴിഞ്ഞ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വീഴുന്നുണ്ട്. ഇങ്ങനൊരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതൊരു കംപ്ലയിൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കംപ്ലയിൻറ്റിൻ്റെ തുടക്കം തന്നെയാണ്. അത് രണ്ട് രീതിക്കുള്ള ക്ലച്ച് വരുന്നുണ്ട്. ഒന്ന് ഫ്ലൂയിഡ് ക്ലച്ച് വരുന്നുണ്ട്, അതായത് കേബിൾ ഓപ്പറേറ്റഡ് അല്ലാതെ ഫ്ലൂയിഡ് യൂസ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പണ്ടൊക്കെ ഡീസൽ വാഹനത്തിലായിരുന്നു ഫ്ലൂയിഡ് ഓപ്പറേറ്റിംഗ് ആദ്യം വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം പെട്രോൾ വാഹനത്തിൽ പോലും ഫ്ലൂയിഡ് ക്ലച്ച് വരുന്നുണ്ട്. ഫ്ലൂയിഡ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ക്ലച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ റിലീസ് ബെയറിങ്ങിനെ വലിക്കാൻ വേണ്ടി ഒരു കേബിളാണ് വരുന്നത്. ആ കേബിൾ മാറ്റി കേബിളിൻ്റെ സ്ഥാനത്ത് രണ്ട് പമ്പുകൾ വരുന്നുണ്ട്. ഒരു പമ്പ് നമ്മൾ പെഡൽ ചവിട്ടുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ആക്ച്വേറ്റർ പോലത്തെ ഒരു സ്ലേവ് സിലിണ്ടറും വരുന്നുണ്ട്. ഈ സ്ലേവ് സിലിണ്ടർ നേരെ ക്ലച്ചിനെ അങ്ങോട്ട് തള്ളും, അത്രേ ഉള്ളൂ, വേറെ സംഭവം ഒന്നുമില്ല അവിടെ. അപ്പോൾ ഈ സംഗതിക്കകത്ത്, അതായത് ഈ ക്ലച്ച് പമ്പിനകത്ത് ഏതെങ്കിലും രീതിക്ക് എയർ വന്നിട്ടുണ്ടെങ്കിൽ, അത് പമ്പാകാം, ലൈൻ ആകാം, അതിൻ്റെ സ്ലേവ് സിലിണ്ടർ ആകാം, ഇതിനകത്ത് എവിടെയെങ്കിലും എയറിൻ്റെ പ്രസൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിൽ ചവിട്ടി ഗിയർ വീഴാൻ വേണ്ടി നോക്കുമ്പോൾ ഗിയർ വീഴാതെ വരും. നോർമലാണ്. അങ്ങനെ ഗിയർ വീഴാതെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഈ ഒരു കേസാണ്. ഇനി കേബിളുള്ള വാഹനം, അതായത് നമ്മുടെ ക്ലച്ചിന് കേബിൾ വരുന്ന വാഹനത്തിന് ഇതുപോലെ ടൈറ്റ് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഈ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അന്നേരം അവിടെ എന്താണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗിയർ വീഴാതെ വരുന്ന, ക്ലച്ചിന് പ്ലേ ഇല്ലാതെ വരുമ്പോഴും വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഷോറൂമിൽ കൊണ്ട് കാണിച്ചോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ പ്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും പക്കയായിട്ട് തന്നെ നമുക്ക് ഗിയർ വീഴുന്നതായിരിക്കും. അല്ലാതെ പക്ഷം വേറെ ഒന്നും വരാനുള്ള ചാൻസുകളില്ല. ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞൊരു കാര്യം, രാവിലെ എടുക്കുമ്പോൾ മാത്രം. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം ഓടിയതിന് ശേഷം പിന്നെ ഒരിക്കലും ഈ പറഞ്ഞൊരു പ്രശ്നം കാണിക്കുന്നില്ല. നല്ല സ്മൂത്ത് ആണെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞൊരു പ്രശ്നമായിരിക്കും. ഇൻ കേസ് ഇതൊന്നും അല്ല, നിങ്ങളുടെ വാഹനം ഗിയർ വീഴുന്നേ ഇല്ല, എപ്പോഴും ഗിയർ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൊണ്ട് കാണിച്ച് ചെക്ക് ചെയ്ത് കൺഫേം ആക്കി നോക്കണം. കാരണം ഗിയറിൻ്റെ സിങ്ക്രണൈസർ, അതായത് നമ്മുടെ ഗിയർ ബോക്സിനകത്ത് വരുന്ന സിങ്ക്രണൈസറിന് പ്രശ്നം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ റണ്ണിങ്ങിൽ, അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗിയർ വീഴാൻ ബുദ്ധിമുട്ട് വരും. ഇൻ കേസ് അതല്ല, വാഹനം ഓഫ് ചെയ്തതിന് ശേഷം എല്ലാ ഗിയേഴ്സും സ്മൂത്തായിട്ട് വീഴുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ വാഹനത്തിൻ്റെ സിങ്ക്രണൈസറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ആ പറഞ്ഞൊരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കൊണ്ട് കാണിച്ച് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.